ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറേ ഗെയിംസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ കുറേ ഗെയിംസ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഗെയിംസാണ്. ഇത് ഗെസ് ദെയർ ആൻസർ ഉണ്ട്, ഡ്യൂഡ് ദെഫ്റ്റ് വാട്സ് ഉണ്ട്, സ്പൈഡർ ഫൈറ്റർ 3 ഉണ്ട്, ആസ്ഫൽട്ട് 8 ഉണ്ട്, ഫ്രീ ഫയർ ഉണ്ട്, പിന്നെ സോളാർ സ്മാഷ് ഉണ്ട്, ഹിറ്റ് മാസ്റ്റർ 3D ഉണ്ട്, റോഡ് പ്ലേ ഉണ്ട്, മൈൻക്രാഫ്റ്റ് ട്രോൾ ഉണ്ട്, ബ്ലോക്ക് ക്രാഫ്റ്റ് 3D ഉണ്ട്, പിന്നെ ഇത് മാജിക് ടൈൽസ് 3 ഉണ്ട്, സബ്വേ സർഫസ് ഉണ്ട്, പിന്നെ ഡ്രോ ജോസ്റ്റ് ഉണ്ട്, ടൈൽസ് ഹോപ്പ് ഉണ്ട്, ടീച്ചർ സിം ഉണ്ട്, ഡ്രിഫ്റ്റ് മാക്സ് പ്രോ ഉണ്ട്, പബ്ജി ഉണ്ട്. ഇത്രയും ഗെയിംസാണ് എൻ്റെ കയ്യിലുള്ളത്. അതിനകത്ത് ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നതാണ് ബ്ലോക്ക് ക്രാഫ്റ്റ് 3D. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ ഗെയിം കളിക്കുന്നതായിരിക്കും. ഇതിനകത്തുള്ളത് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്, ഞാൻ ഇതൊക്കെ പണിഞ്ഞ് ഇത്രയും വലിയ ഹൈറ്റിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പണിഞ്ഞ് വെച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നും എനിക്കറിയത്തില്ല. എനിക്ക് ക്യാമറ പൊസിഷനിൽ മാറ്റട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തുവായിരുന്നു ഇത്? നമ്മൾക്ക് ഇതിനകത്ത് വേണ്ടത് ഈ റെഡ് കട്ടയും പിന്നെ ഈ വൈറ്റ് കട്ടയും ഈ വയലറ്റ് കട്ടയും ഈ പച്ചക്കട്ടയും, ഈ 3 കട്ടകളാണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളത്. ഞാൻ പബ്ജി കളിച്ച് ഞാൻ ഇപ്പം പബ്ജിനകത്ത് ഓടുന്ന പോലെ ഓടുന്നത്. ഞാനിപ്പം ഇവിടെ ഒരു പാലം ഉണ്ടാക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ പെട്ടെന്ന് അയൽവാസികൾക്ക് വരാൻ വേണ്ടി ഒരു പാലം നമ്മൾ നിർമ്മിക്കണം. പാലം പാലം നല്ല പാലം, നല്ല ചൂടുള്ള പാലം. യുവമാർക്ക് ഇവിടെ ഒരു പാലാണ് നിർമ്മിച്ചിരുന്നെങ്കിൽ യുവമാർ എനിക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു. കൃത്യമായിട്ട് പാലവും നിർമ്മിക്കത്തില്ല, ഒന്നും ചെയ്യൂല. അവന്മാർ ചുമ്മാ ഗെയിം ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഓക്കെ, നമ്മൾ അങ്ങനെ പാതി പാലം പൂർത്തിയാക്കിയിട്ടുണ്ട്. പാതിയെ പൂർത്തിയാക്കുള്ളൂ, ഫുള്ള് പൂർത്തിയാക്കിയില്ല. നിങ്ങൾ പറയുന്ന ഗെയിമിൽ ഞാൻ കളിക്കും. അത് BGM ആയാലും ബ്ലോക്ക് ക്രാഫ്റ്റ് ആയാലും മൈൻക്രാഫ്റ്റ് ആയാലും ഏത് ഗെയിമായാലും ഇതിനകത്ത് കിടക്കുന്ന ഏത് ഗെയിം പറഞ്ഞാലും ഞാനത് കളിക്കുന്നതാണ്. ഫ്രീ ഫയർ ആയാലും, ഫ്രീ ഫയറാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത്. നിങ്ങൾക്കും അറിയാമല്ലോ, ഫ്രീ ഫയറാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത്. ചില സമയങ്ങളിൽ ചില റേസിംഗ് ഗെയിംസൊക്കെ ആവും. ഇന്നെങ്ങാനും പാലം പണിഞ്ഞ് തീരുവോ ഗൈസ്? ഇന്നെങ്ങാനും പാലം പണിഞ്ഞ് തീരുവോ? ഇത് എത്ര നേരമായി പണിയാ കഴിഞ്ഞിട്ട്? എന്തൊരു കൃഷി ഞാൻ ഇവിടെ വെക്കാനാണ് നോക്കുന്നത്. പാലത്തിന്റെ പാതി പോലും കഴിഞ്ഞില്ലല്ലോ ഈശ്വരാ. പാതിപ്പണി പോലും കഴിഞ്ഞില്ല പാലത്തിന്റെ. ഇവിടെ എത്തിയതേ ഉള്ളൂ. ഗൈസ്, നമ്മളിങ്ങനെ കുത്തി ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നെങ്ങാണ്ട് അവസാനിക്കുമെന്ന് ആർക്കറിയാം. അവിടെ വെച്ചേക്ക്. ഓക്കെ, എങ്ങോട്ടാണ് ഈ പാലം പോകുന്നത്? എൻ്റെ കൈ എങ്ങോട്ടാ ഇത് പോകുന്നത്? ഏണ്ട ചേച്ചി പിന്നെ ഇനിയും ഉണ്ടാ പോണ. എത്ര എന്തുവാടെ ഇത്? ഇങ്ങനെ ചെയ്യരുത് ഗെയിമേ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കടേ. ബാക്ക് ടു വില്ലേജ്, എൻ്റെ വില്ലേജിലോട്ട് പോവാൻ. എനിക്കെന്തൊരു വില്ലേജ്, ഇങ്ങനെ നടക്കും. സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ
വെച്ചിട്ടുണ്ട് ഗൈസ്. നേരത്തെ ഞാൻ BGMIയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് ലോങ് ആയിപ്പോൾ, 1/2 മണിക്കൂർ വീഡിയോ ആയിട്ട്. ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കതൊക്കെ ഉള്ളു, സപ്പോർട്ടൊക്കെ ചെയ്താലേ നമുക്ക് വളർച്ച കാണും. ഈ കട്ടയാണ് എനിക്കിഷ്ടപ്പെടാത്തത്. എന്തൊരു കട്ടായത്, എങ്ങോട്ടോ പോകുന്നു. അയ്യ, വെള്ളത്തിലും പോയി സുഭാഷ്. വേണ്ട പോന്നു, എന്തിന് കഷ്ടം, എന്തിന് ലാഗിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ വില്ലേജ് വിസിറ്റ് ചെയ്യണമെങ്കിൽ വില്ലേജിൻ്റെ നെയിം ഞാൻ ഇതുവരായിട്ട് അടിച്ചിട്ടില്ല. അടിക്കണം എനിക്ക്. അയ്യോ, വീണ്ടും പോയി. മോനെ വെള്ളം തരണേ. ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. വീണ്ടും ബാക്ക് ടു വില്ലേജ്. എനിക്ക് എൻ്റെ വില്ലേജിൽ പോട്ടെ, എനിക്ക് വില്ലേജ് ഇല്ല ഇനി. ഇതെന്തൊരു കഷ്ടം നോക്കി. ഈ വീഡിയോ ലോങ് ആയപ്പോഴത്തേക്ക് ഇതൊരു 16 ആകുമ്പോഴത്തേക്ക് ഞാൻ നിർത്തും ഗൈസ് ഈ വീഡിയോ. എൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ പിന്നെ കൊണ്ടുവരും, പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിയ പാർട്ട്. എന്തൊരു കഷ്ടം നോക്ക്, എങ്ങോട്ടൊക്കെയോ പോണു. ഇങ്ങനെയാണ് പാലം പണിയേണ്ടത്. പാലം അയ്യാ, അക്കരെ ഒത്ത് ഇക്കരെ ഒരു പാലത്തിൻ്റെ പണി പൂർത്തിയായല്ലോ ഈശ്വര. അത് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ചെറുതായിട്ട് ഡിസൈനൊക്കെ കൊടുക്കണം, അതാണ് അടുത്ത പണി. എന്ത് വിധി ഇത്, വല്ലാത്ത കഥ ഇത്. എൻ്റെ പൊന്നെ, ഇങ്ങനെ ഡിസൈൻ കൊടുത്ത് അങ്ങ് വരെ പോകണം. 1 2 3 4 5 6 7 8 9 10 11 12 13 മോനെ 13ആയി. എന്നിട്ടും ഇത് ചെയ്യുന്നില്ല. റെഡ് കട്ട ഇങ്ങനെ വെച്ച് ഈ കുത്തിപ്പൊളിക്കുന്നതാണ് എനിക്ക് പാട്. അല്ലെങ്കിൽ ഞാൻ ഈസിയായിട്ട് ചെയ്തത്. പിന്നെ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അത് എത്ര പണിയാണ്, അതിൻ്റെ പണി അതൊക്കെ ചെയ്താണ്. കുത്തിപ്പൊളിക്കുകയും വേണം. നല്ല ഡിസൈനാവും, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഡിസൈനാവും. അപ്പോൾ നമ്മളെ അഭിമാനിക്കും. എൻ്റെ പൊന്നേ, ഒരു പ്രാവശ്യം വെള്ളത്തിൽ വീണത് മാറിയിട്ടില്ല, പിന്നാണ് ഒന്നും കൂടെ വീഴാൻ പോകുന്നത്. ഞാൻ വീഡിയോ എടുത്തില്ല, പക്ഷേ ഒരു കാര്യം നടന്നു. നമ്മുടെ BGMIയിൽ എന്താ, ഞാൻ ഒരു സാധനം കണ്ടു. ഒരു വാട്ടർ പോലത്തെ വെള്ളം മാത്രമുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്തോട് ഞാനൊന്ന് പോയിട്ട് ജസ്റ്റ് അവിടെ കയറിയ സമയത്ത് ഡൗൺ കാണിച്ചു. ഡൗൺ ഞെക്കി കൊടുത്തപ്പോഴത്തേക്കും അടിയിലോട്ട് പോയി. ഞാൻ ഇത്ര നേരം അവിടെ നോക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് എൻ്റെ പുറത്ത് മറ്റേ ഇത് നമ്മൾ ശ്വാസം മുട്ടുമല്ലോ, ഞാൻ എന്താ ആരോ വീഡിയോ വയ്ക്കുന്ന പോലെ തോന്നി. പക്ഷേ എൻ്റെ ഹെൽത്തും കുറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ആരും ഇവിടെ ഉണ്ട്, എന്നെ വീഡിയോ വയ്ക്കാമെന്ന് കരുതി. പക്ഷേ പിന്നെ നോക്കുമ്പോഴല്ലേ മനസ്സിലായി ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ മണ്ടയിലോട്ട്
പോയി എൻ്റെ എനിക്ക് ഒരു GB ആയി. BGMAയിലാണേ, ഫ്രീ ഫയറിലല്ല. ഒരു GB ആയ സെക്കൻഡ് തന്നെ ഞാൻ മണ്ടലോട്ട് കയറാൻ നോക്കി. എത്തിയ സെക്കൻഡ് തന്നെ ഞാൻ മണ്ടലോട്ട് കയറാൻ നോക്കിയ സമയത്ത് മണ്ട കയറാൻ പറ്റുന്നില്ല, വലിഞ്ഞു പിടിച്ച് കയറാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ അവിടെ കിടന്നങ്ങ് ചത്തുപോയി. നിങ്ങൾ BGMA കളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഒരിക്കലും നിങ്ങൾ പോലെ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും പഠിക്കുക. പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് നേരം അതിലിരിക്കും. ഞാൻ അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കിട്ടില്ലോ. ഞാൻ അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നു. PUBGയിൽ റിയാലിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ ഫ്രീ ഫയറിൽ റിയാലിറ്റി ഇല്ല. അതിനകത്ത് ചുമ്മാ തോക്കും പിടിച്ച് അത് BGMAയിലാണെങ്കിൽ ഇങ്ങനെ തോക്കൊക്കെ ചാടി എടുക്കാനൊന്നും പറ്റില്ല. മറ്റേ ഫ്രീ ഫയറിലെ പോലെ അത് നമ്മളെ ബാക്കിലോട്ട് വെക്കുമ്പോഴും ചാടി എടുത്താൽ അത് നമ്മുടെ കൈ കൊണ്ട് എടുക്കുന്നത്. മറ്റേതാണെങ്കിൽ ബാക്കിൽ വേണ്ട വലിച്ചങ്ങ് എടുക്കുകയോ ചെയ്യുന്നത്. ഇതാണെങ്കിൽ കുറച്ച് റിയാലിറ്റി ഗെയിം ആയതുകൊണ്ട് അതുകൊണ്ട് നല്ല സൈഡിൽ കൂടെ എടുക്കുന്നത്, അല്ലാണ്ട് വലിച്ചെടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ കളിക്കുകയാണെങ്കിൽ BGMAയും ഫ്രീ ഫയർ ഒന്ന് കളിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ചോയ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ കളിച്ചോ. ഞാൻ നിർബന്ധിപ്പിക്കുന്ന കാര്യം BGMAയോ ഫ്രീ ഫയറോ മാത്രം കളിക്കാം. ഞാൻ നിർബന്ധിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ രണ്ടും ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കിയാൽ. പക്ഷേ BGMA കളിക്കുമ്പോൾ അതിന് 1.5 GB ആണ്. പിന്നെ അത് ഡൗൺലോഡ് ആക്കണമെങ്കിൽ 1.4 GB ആണ്. അത് ഡൗൺലോഡ് ആക്കിയതിന് ശേഷം അത് ലോഡാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോഡാക്കി കളിക്കാനൊക്കെ പറ്റും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ലോഡാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കളിച്ച് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. അങ്ങനെയാണ് BGMAയുടെ നിർമ്മാണം. എന്തോ ചെയ്യാനാ, ഞാൻ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് നേരം എടുത്തിട്ട് അതൊക്കെ ചെയ്തത്. നമ്മുടെ പാലത്തിൻ്റെ പണി പൂർത്തിയാവറേ. ഇനി മണ്ടേ റൂഫൊക്കെ പണിയാതെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കത്തുള്ളൂ. സെക്കൻഡ് പാർട്ട് എന്തൊരു കഷ്ടമാണെന്ന് നോക്ക് ഗൈസ്. വീണ്ടും ബാക്ക് ടു വില്ലേജ്. എന്തിനാണ് എനിക്ക് വില്ലേജ്? ഓക്കെ, അങ്ങനെ പാലത്തിൻ്റെ പണി പൂർത്തിയായില്ല, എന്നാലും ജസ്റ്റ് ഒരിത്തിരി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്ക്, കംപ്ലീറ്റ് ആയി, ചെറുതായിട്ടൊന്ന് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് പാർട്ടി വരുന്നതായിരിക്കും എൻ്റെ ഫുൾ പണി. ഓക്കെ, ബൈ ബൈ.